വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ് കേസരി. കണ്ടു നോക്കാം. കേസരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യ് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഇടാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് ഒക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി. അടുത്തായിട്ട് റേസിൻസ്, ഉണക്കമുന്തിരിങ്ങ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് കൂടുതൽ വെള്ളം ചേർക്കാം, ഒരു 1/4 കപ്പൊക്കെ വേണമെങ്കിലും ചേർക്കാം, ഇഷ്ടം പോലെ. രണ്ടും കോരിയെടുക്കാം. നട്ട്സും റൈസിൻസും നമ്മൾ ഫ്രൈ ചെയ്തു. അടുത്തായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാം. ഒരു 3.25 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇവിടെ വെള്ളം തിളയ്ക്കാറായി. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം, വെള്ളത്തിലേക്ക് ഒഴിക്കാം. കൂടാതെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഫുൾ നെയ്യ് വേണമെങ്കിൽ ഫുൾ നെയ്യ് ഉപയോഗിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റവ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഗീ ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ ഗീ. അതിലേക്ക് 1 കപ്പ് റവ. സാധാരണ നമ്മൾ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന റവ യൂസ് ചെയ്താൽ മതി. ഫൈൻ കിട്ടുവാണെങ്കിൽ ഫൈൻ റവയാണ് ഒന്നുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ സാധാരണ റവ. നല്ലൊരു മണം വരുന്ന വരെ ഈ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എപ്പോഴും റവ റോസ്റ്റ് ചെയ്യുമ്പോൾ കളർ മാറാണ്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേസരിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് വെച്ചിട്ട് കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ റവയൊക്കെ മൂത്ത് നല്ലൊരു മണമായി. ഇനി ഇതിലേക്ക് ഈ ചൂട് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രാജുവലി ആഡ് ചെയ്യുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കട്ട കെട്ടാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം കട്ട കെട്ടുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഗ്രാജുവലി അത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള വെള്ളം ചേർക്കാൻ. ഇപ്പം കേസരി കളർ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ കളറിന് പകരം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് അത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ളൊരു ചെറിയൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. നല്ലതായിട്ട് മിക്സ് ചെയ്യുക, ഫുൾ ഡിസോൾവ് ആകുന്ന വരെ. നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി അടച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 2 മിനിറ്റോളം മതി ചെറിയ ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക്, ഇത് മൊത്തം ഡ്രൈ ആയി, അതിപ്പോൾ ഒട്ടും വാട്ടർ കണ്ടന്റ് ഇല്ല. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1.5 കപ്പ് ഷുഗർ. 1.5 തൊട്ട് ഒരു 1.25 കപ്പ് വരെയൊക്കെ ഇടാം, നല്ല മധുരം വേണമെങ്കിൽ.
ഷുഗർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൽ വെള്ളമാവും. ഷുഗർ ഡിസോൾവ് ആയിട്ട് ഇതിനകത്തേക്ക് വെള്ളമയം വരും. ഇപ്പം നോക്കിയാൽ നല്ല തിക്കായി. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കണം. സൈഡിൽ പിടിക്കാതെ ഇരിക്കാനായിട്ട് നെയ്യ് ആഡ് ചെയ്യുക. മൊത്തം ഒരു 1/2 കപ്പ് നെയ്യാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ നട്ട്സ് വറക്കാനും ഇടയ്ക്ക് ആഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്ത്. ഈ സമയത്ത് നോൺ സ്റ്റിക്ക് അല്ല എങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലല്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് തൊട്ട് ആക്ച്വലി നമുക്ക് എടുക്കാവുന്നൊരു പരുവാണ്. ഈ ഒരു സ്റ്റേജ് നമുക്ക് കോരി കുടിക്കാവുന്നൊരു പരുവാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇച്ചിരി മുറിച്ചെടുക്കാവുന്നൊരു പരുവം വരും. ഈ ഒരു സ്റ്റേജ് തൊട്ടേ അത് എടുക്കാം. ഏത് സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഇഷ്ടം കേസരി കഴിക്കാൻ അതിനനുസരിച്ച് എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് യൂസ് ചെയ്തത്. ഇതെല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്യുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ട് വരും, സൈഡിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം. ഈ ഒരു സ്റ്റേജ് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവായി പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം. ഇതിലേക്ക് നട്ട്സ് ആൻഡ് റൈസിൻസ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. റൈസിൻസും നട്ട്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണേൽ കൂടുതൽ ഇടാം. നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇടാം. നമുക്കിനി സെർവിങ് ബോളിലേക്ക് മാറ്റാം. സെർവിങ് ബോൾ എല്ലാം സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ബോളിലേക്ക് ഇടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇച്ചിരി നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നട്ട്സും റൈസിൻസും താഴെ അറേഞ്ച് ചെയ്യുവാണ്. നമ്മൾ കമത്തി ഇടുമ്പോൾ ഇത് മേലെയാണല്ലോ വരിക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി ഒരു നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. അപ്പം എപ്പോഴും അതിൻ്റെ അടിയിൽ ഇച്ചിരി നെയ്യ് ബ്രഷ് ചെയ്യണം. അപ്പം ടോപ്പെല്ലാം നമ്മൾ നന്നായിട്ട് സ്മൂത്തൻ ചെയ്തു. ഇനി ഇത് ചൂടോടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അല്ല എങ്കിൽ അപ്സൈഡ് ഡൗൺ ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൂളായ ശേഷം മാത്രമേ ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാം. കേസരി അത്യാവശ്യം കൂളായിട്ടുണ്ട്, ഫുൾ ചൂട് പോയിട്ടില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിടാം. എപ്പോഴും നന്നായിട്ട് കൂളായ ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇതേപോലെ നല്ല പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂട് പോയിട്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് കേസരി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കേസരി കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേസരിയാണ്. അപ്പം ഇതിൻ്റെ ടെക്സ്ചർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ ഇത് നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു പരുവാണ്. അപ്പോൾ ഇതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഒരു പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് ഷുഗറാണ് ചേർത്ത്.
നിങ്ങൾക്ക് ഒരു 1.25 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ ഒക്കെ വരെ വേണമെങ്കിലും ഷുഗർ ചേർക്കാം, നല്ല മധുരം വേണ്ടിയവർക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. പെട്ടെന്നൊരു മധുരം വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേസരി. 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.